ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലൊക്കെ അങ്ങ് നല്ല മഴയാണെങ്കിലും ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നല്ല ഓവനിൽ വെച്ച അവസ്ഥയാണ്. ഈ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടായ ഡ്രൈ ഫ്രൂട്ട് ഫലൂദയാണ്. ഡ്രൈ ഫ്രൂട്ട് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് 2 ഫ്ലേവർ ഐസ്ക്രീം എടുത്തേക്കുന്നത്. ഒന്ന് വാനിലയും ഒന്ന് അമേരിക്കൻ ഡിലൈറ്റും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, ഫ്രൂട്ടി ട്യൂട്ടി എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ ചോക്കോ ചിപ്സ് ഡാർക്കും വൈറ്റും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കസ്കസും. ആദ്യം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഒരു 10 മിനിറ്റിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫലൂദയാണ്. പിന്നെ ഇത് നമ്മൾ ഐസ്ക്രീം പാർലറിൽ പോയി കഴിക്കുകയാണെങ്കിൽ കുറച്ചധികം എക്സ്പെൻസീവായ ഒരു ഫലൂദ തന്നെയാണ്, നല്ല റിച്ച് ആണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഐസ്ക്രീം ഒന്ന് സ്കൂപ്പായിട്ട് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല, ഒക്കെ മെൽട്ടായി പോയായിരുന്നു എടുക്കുമ്പോഴേക്കും. ഫസ്റ്റ് നമുക്കൊരു ബേസ് അമേരിക്കൻ ഡിലൈറ്റ് വെച്ചിട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഐസ്ക്രീം സ്കൂപ്പ് സ്പൂൺ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോർമൽ സ്പൂൺ വെച്ചിട്ട് എടുത്തത്. പിന്നെ ഓൾറെഡി ഐസ്ക്രീം മെൽറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഏത് സ്പൂൺ വെച്ചെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ബേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയും കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറയാത്തൊരു സാധനം, ഇതിൽ കോൺഫ്ലെക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ കോൺഫ്ലെക്സോ ചോക്കോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലെയർ വന്നിട്ട് നമുക്ക് വനില ഐസ്ക്രീം വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സെയിം തന്നെ റിപ്പീറ്റേഷനാണ്. ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂസ് അധികം വേണോ അല്ലെങ്കിൽ ഐസ്ക്രീം കൂടുതൽ വേണോ, ഇതിൻ്റെ കൂടെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് റോയൽ ഫലൂദ എന്ന് വേണ്ടിയിട്ട് വിളിക്കാം. ഇനി കുറച്ച് കസ്കസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കസ്കസ് ആക്ച്വലി ഞങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 30 മിനിറ്റ് മുന്നേ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നേ. ഫൈനലി മുകളിൽ കുറച്ച് ഫ്രൂട്ടി ട്യൂട്ടിയും ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തപ്പം ആള് സെറ്റപ്പായില്ലേ. അപ്പം നമ്മുടെ സൂപ്പർ റിച്ച് ഡ്രൈ ഫ്രൂട്ട് ഫലൂദ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റിയാണ്. Thank you so much for watching our video. Keep supporting us. This is Subi signing off from Bytz. Bye bye.